എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ഇവിടെ 2 ദിവസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ബാംഗ്ലൂരിലെ കാഴ്ചകളൊക്കെ കാണാം. ഇത് യശ്വന്ത്പൂർ എക്സ്പ്രസ് ആയത് കണ്ണൂരിൽ നിന്ന് 6:05 പുറപ്പെടുന്ന ട്രെയിനായത്. വൈകുന്നേരം നാളെ രാവിലെ 6:45 ബാംഗ്ലൂർ എത്തും. ബാനസ്വാടി എന്ന സ്റ്റേഷനിലാണ് ഞാൻ ട്രെയിൻ ഇറങ്ങിയത്. അവിടെ നിന്ന് ഏതാണ്ട് 1 മണിക്കൂറത്തെ ട്രാവലിംഗ് ഉണ്ട്. ബാംഗ്ലൂരിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും മെട്രോ റെയിൽവേയുടെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ തൂണുകളാണ് ഈ കാണുന്നതൊക്കെ. നല്ല ഹൈറ്റ് ഉണ്ട് ഓരോ തൂണുകൾക്കും. ഈ കാണുന്ന ബിൽഡിംഗ് മെട്രോ സ്റ്റേഷനാണ്. അതിൻ്റെ പണി ഏതാണ്ട് കഴിയാറായി. ഒരു ടണൽ പോലുള്ള സ്ഥലത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇതിൻ്റെയൊക്കെ പണി പൂർത്തിയായാൽ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. മെട്രോ റെയിൽവേയുടെ പണി നടക്കുന്നത് കൊണ്ട് റോഡ് കുറച്ച് മോശമാണ്. പണിയൊക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡായിരിക്കും. മെട്രോയുടെ തൂണുകളൊക്കെ കണ്ടുകൊണ്ടുള്ള ട്രാവലിംഗ് നല്ല വൈബാണ്. പരിവാർ പാഷൻ എന്ന അപ്പാർട്ട്മെൻറ്റിലാണ് 2 ദിവസം താമസിക്കുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റിൽ 200ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഇവിടെ ജിമ്മിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് കാണാം. അപ്പോൾ ഇവിടുത്തെ ഗെയിം റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ബില്ലിയാർഡ്സ് ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്, ട്രാംപോലിൻ ഉണ്ട്, ക്യാരം ബോർഡും ഉണ്ട്. പ്ലാറ്റ്ഫോം 65 എന്ന ഹോട്ടലിലാണ് ഞാനിപ്പോൾ പോകുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. ഈ ബിൽഡിങ്ങിൻ്റെ 4ാമത്തെ ഫ്ലോറിലാണ് പ്ലാറ്റ്ഫോം 65 ഉള്ളത്. റെയിൽവേയുടെ മ്യൂസിയം പോലെയാണ് ഇവിടുത്തെ ഹോട്ടൽ. ട്രെയിനിൻ്റെ എഞ്ചിൻ്റെയും ബോഗിയുടെയും മോഡലൊക്കെ ഇവിടെ കാണാം. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ 15% ഓഫറുണ്ട്. ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. അങ്ങോട്ട് പോകുന്നില്ലേ? ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്.
അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ഇവിടുത്തെ ചെയർ ട്രെയിനിൻ്റെ സീറ്റ് പോലെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഭക്ഷണം കൊണ്ടുവരുന്നത് ചെറിയ ട്രെയിനുകളാണ്. അതിൻ്റെ പാളമാണ് ഈ കാണുന്നത്. ഫാമിലി ആയിട്ട് വന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടുത്തെ മെനു ഒന്ന് നോക്കാം. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ബിരിയാണി ഉണ്ട്. മറ്റ് ഹോട്ടലുകളെ അപേക്ഷിച്ച് റേറ്റ് കൂടുതലാണ്. ഈ ടോയ് റെയിൽ മേശയുടെ മുകളിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഓർഡർ ചെയ്തപ്പോൾ ട്രെയിൻ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. ആദ്യം കൊണ്ടുവന്നത് ബിരിയാണി റൈസാണ്. പിന്നീട് കൊണ്ടുവന്നത് ചിക്കൻ ലെഗ് പീസാണ്. ഈ ട്രെയിനിൽ ലോക്കോ പൈലറ്റിനെയൊക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ ഭക്ഷണമൊക്കെ വെറൈറ്റി ഭക്ഷണമാണ്. എല്ലാം നല്ല ടേസ്റ്റാണ്. ഭക്ഷണം കൊണ്ടുവരുന്നത് ടോയ് ട്രെയിനാണ്. എന്നാൽ കുടിക്കാനുള്ളത് ഇവിടുത്തെ സ്റ്റാഫാണ് സെർവ് ചെയ്യുന്നത്. അവസാനം ഹോട്ടലിൻ്റെ പേരിൽ തന്നെ പാക്ക് ചെയ്ത മൗത്ത് ഫ്രഷ്നർ കിട്ടും. ഇനി ഞാൻ പോകുന്നത് ജയനഗർ എന്ന സ്ട്രീറ്റിലേക്കാണ്. ഇത് ബാംഗ്ലൂരിലെ ജയനഗർ എന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഷോപ്പ് സ്ട്രീറ്റ് ഡെസ്റ്റിനേഷൻ. ഇവിടെ ഇതുപോലെ പൈസ വാങ്ങുന്ന ചില ആൾക്കാരെ കാണാം. രാത്രി സമയത്ത് ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ട്രീറ്റാണ്. പോലീസിന്റെ പെട്രോളിംഗ് ഏത് സമയത്തും ഇവിടെ ഉണ്ടാകും. ഈ സ്ഥലം കണ്ടപ്പോൾ ചൈനയിലൊക്കെ കാണുന്നത് പോലുള്ള സ്ട്രീറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. റേറ്റ് 450. 450 ഉണ്ടല്ലോ ഇനി. 450. മറ്റേ കളിക്കുന്നതാണിത്. സിമ്പിളായിട്ട് തൊട്ട് ബൈക്കല്ലാതല്ലേ. ബൈക്കുണ്ട്. മരം കൊണ്ട് നോക്കാൻ മതിയല്ലോ. ഇത് അതല്ലേ. ആ ഓക്കെ. തൊട്ടിലാണ് നല്ല രസമുണ്ടല്ലേ. അതാ പുറത്തെത്തിച്ച വേറെ ഉണ്ടടാ. എനിക്ക് എൻ്റെ ശരിയാ.
വേണോ അപ്പോൾ ചീരത് ചീര പ്രത്യേകതരം ചീര അല്ലേ? ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട്, റോഡ് കിടക്കാൻ നല്ല പണിയാണ്. ഇവിടെ നല്ല ബ്രാൻഡ് സാധനങ്ങൾ കിട്ടുന്ന കടകളുമുണ്ട്. വേണം സിങ്സ് ഈ സ്ട്രീറ്റിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് മാത്രം വിൽക്കുന്ന ഏരിയ ആണിത്. കണ്ടി വാങ്ങി ജാമ്പൊക്കെ ഇത് നോക്കാം. ചെറുത് രാത്രി സമയങ്ങളിൽ ബാംഗ്ലൂരിൽ എപ്പോഴും ട്രാഫിക് ഉണ്ടാകും. ഇത്രയൊക്കെയാണ് ബാംഗ്ലൂരിലെ ഇന്നത്തെ കാഴ്ചകൾ. ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.